എല്ലാവർക്കും നമസ്കാരം. ഒരമ്മയോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ഈ ഒരു അനുഭവം പറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇതിനു മുമ്പേ അമ്മയുടെ വോയിസ് എനിക്ക് അയച്ചെന്ന് ഞാനത് ചാനലിൽ കൊടുത്തിരുന്നു. പിന്നീട് അത് ഡിലീറ്റ് ആയിപ്പോയി. യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരം മറ്റു വോയിസുകൾ കൊടുക്കുമ്പം കുറച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ അമ്മയുടെ അനുഭവം ഒന്നുകൂടെ എല്ലാവരും കേൾക്കണമെന്ന് അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ കഷ്ടപ്പെട്ട് എഴുതി നല്ല ഭംഗിയിൽ ചെറിയ അക്ഷരത്തിൽ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. വായിക്കാൻ ഫോണിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് നല്ലൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് വീണ്ടും അത് പങ്കുവയ്ക്കുകയാണ്. കേട്ടവർക്ക് തന്നെ വീണ്ടും കേൾക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. കേട്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് 2024 ഒക്ടോബർ 16 എനിക്കുണ്ടായ ഒരു അനുഭവം ത്രിമധുരം ചാനലിൽ പങ്കുവെക്കുകയും ആയത് പിന്നീട് ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്തിരുന്നു. അതൊന്നുകൂടി എഴുതി അയക്കാൻ പറഞ്ഞതനുസരിച്ച് ആണ് ഇത് അയക്കുന്നത്. ഞാനും ചേച്ചിയും അനുജത്തിയും കൂടി ഒക്ടോബർ 16 ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഗുരുവായൂർ അമ്പലത്തിലെത്തി. വൈകിട്ട് 4:30 മണിക്ക് അമ്പലത്തിൽ പോയിട്ട് ശീവേലിയൊക്കെ നടക്കുന്ന ആ സ്ഥലത്ത് ക്യൂവിൽ നിന്നു. സംക്രമവും തുലാമാസം 1 ഒക്കെ ആയതിനാലാവാം നല്ല തിരക്കായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് സന്ധ്യാസമയം ചുറ്റുവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങൾ 3 പേരും ക്യൂവിൽ അടുത്തായിരുന്നു നിന്നത്. എന്നാൽ ചുറ്റുവിളക്ക് തെളിയിക്കാൻ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കെ 3-4 പേര് എൻ്റെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് കടന്നു നിന്നു. ഈ സമയം ചേച്ചിയും അനുജിത്തിയും ഭഗവാനെ കാണാൻ അമ്പലത്തിന് ഉള്ളിൽ കയറി. ഞാൻ വീണ്ടും കുറേ സമയം കാത്തു നിൽക്കേണ്ടി വന്നു. ചേച്ചിയും അനുജത്തിയും എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവുമല്ലോ എന്ന ചിന്തയിൽ ഭഗവാന്റെ മുന്നിലെത്തിയത് കൊണ്ടാവാം ഭഗവാനെ കണ്ട് തൃപ്തിയായില്ലെന്ന് വേണം പറയാൻ. ഏതൊക്കെയോ ചാനലുകളിൽ താമരക്കണ്ണനെ കണ്ടാൽ ശ്രീകോവിലിൽ ഭഗവാനെ കണ്ട് തൊഴുന്ന അതേ അനുഭൂതിയും സുഹൃതവും അനുഗ്രഹവും കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഗുരുവായൂരിലെത്തിയാൽ എന്തായാലും താമരക്കണ്ണനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. വളരെ ആഗ്രഹത്തോടെ പ്രദക്ഷിണം വെച്ച് താമരക്കണ്ണൻ എവിടെയെന്ന് നോക്കിക്കൊണ്ടിരിക്കെ ആരാണെന്നറിയില്ല എൻ്റെ ചുമലിൽ തട്ടിയിട്ട് ഒരു സുഹൃത്തിനെ പോലെ എന്നോട് പറയുക, ദാ അങ്ങോട്ട് നോക്കിയോ, വരൂ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ആ മണിക്കിണറിൻ്റെ അവിടെയുള്ള ഗേറ്റിന് അടുത്തുകൂടെ കൊണ്ടുപോയിട്ട് താമരക്കണ്ണനെ ചൂണ്ടിക്കാണിച്ചു തന്നു. ഭഗവാനെ എന്താ പറയേണ്ടത്? ഞാൻ ആദ്യമായി താമരക്കണ്ണനെ കൺകുളിർക്കെ കണ്ടു തൊഴുതു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതുവരെ കണ്ടതുമില്ല. ഗുരുവായൂരപ്പൻ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടത്? ഹരേ കൃഷ്ണ. സത്യമായിട്ട് ശീവേലി എഴുന്നള്ളിപ്പിൻ്റെ കൂടെയും പിന്നീട് പ്രദക്ഷിണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഭഗവാനെ കാണാൻ ഉള്ളിൽ കയറി. അങ്ങനെ തൊഴുത് സന്തോഷമായി. തൃപ്പുകയുടെ നെയ്യൊക്കെ സേവിക്കാൻ കിട്ടി. പിന്നീട് റൂമിൽ പോയി. വീണ്ടും പുലർച്ചെ 4 മണിക്ക് അമ്പലത്തിലേക്ക് പോയി. തലേ ദിവസം ക്യൂ നിന്നിടത്ത് തന്നെ നിന്നു. നല്ല തിരക്കും, ക്യൂ നീങ്ങുന്നുമില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉള്ളിലെ ക്യൂ നീങ്ങാൻ തുടങ്ങി. സെക്യൂരിറ്റിക്കാർ ഗേറ്റ് തുറന്നു. ഞങ്ങളുടെ ക്യൂവിലുണ്ടായിരുന്ന കുറേ പേര് ഓടിക്കയറി. ഞങ്ങൾ ഏകദേശം ഗേറ്റിനടുത്ത് എത്താറായപ്പോൾ എൻ്റെ മുന്നിൽ 4 പേരുണ്ടായിരുന്നപ്പോൾ ഗേറ്റ് വീണ്ടും പൂട്ടി. ഈ സമയത്ത് ഞാൻ ഉച്ചത്തിൽ, എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഇന്ന് ഞങ്ങളെ കൂടി കയറ്റിയില്ലെങ്കിൽ ഇനി എത്ര സമയം കഴിയണം ഗേറ്റ് തുറക്കണമെങ്കിൽ എന്ന് പറഞ്ഞു ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞു കാണും. പെട്ടെന്ന് ഗേറ്റിന്റെ ചങ്ങല മാറ്റി ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ഉടനെ ഞങ്ങൾ 3 പേരെ അകത്ത് കയറി. അതാ വീണ്ടും ഗേറ്റ് പൂട്ടി. എൻ്റെ മുന്നിലുണ്ടായിരുന്ന 4 പേർ എവിടെ പോയെന്ന് കണ്ടിട്ട് പോലുമില്ല. ആരാണ് ഗേറ്റ് തുറന്നതെന്നും പൂട്ടിയതെന്നും ഒന്നും അറിയില്ല. ഉടനെ തന്നെ ഗേറ്റ് ആദ്യം പൂട്ടിയിട്ടതുപോലെ സെക്യൂരിറ്റിക്കാർ ദേഷ്യത്തോടെ വന്ന ഒരു ചോദ്യം, ഇതാരാണ് ഗേറ്റ് തുറന്നു തന്നത്? ഞാൻ ചങ്ങലയിട്ട് പൂട്ടിയതല്ലേ, പിന്നെ എങ്ങനെ അകത്തു കടന്നു? അയാൾക്ക് ഭയങ്കര ദേഷ്യം. വീണ്ടും ചോദിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ തുറന്നു തന്നതായിരിക്കുമെന്ന് പറഞ്ഞ ഉടനെ സെക്യൂരിറ്റിക്കാരൻ പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. എൻ്റെ വിളി ഗുരുവായൂരപ്പൻ കേട്ടു. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഭഗവാനെ കൺകുളിർക്കെ കണ്ടു തൊഴുത് സന്തോഷത്തോടെ എല്ലാം ഭംഗിയാക്കി തന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം ഗേറ്റ് തുറന്ന് ആ സെക്യൂരിറ്റിയോട് പറഞ്ഞില്ലേ, ആ ഗുരുവായൂരപ്പൻ തുറന്നു തന്നത് തന്നെയായിരിക്കും. പിന്നെ സെക്യൂരിറ്റിക്ക് ഒന്നും പറയാനില്ല. ഇതൊരു ഗംഭീര അനുഭവം തന്നെയാണല്ലേ. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനുഭവം എഴുതി അയച്ചിരുന്ന പലരും വളരെ മനോഹരമായ ഭാഷയിലാണ്, വളരെ നല്ല രീതിയിലാണ് എഴുതുന്നത്. അവർ കുറേ കാലമായിട്ട് ചിലപ്പോൾ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല പലരും. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, എഴുത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. പല എഴുത്തിൽ പല വാക്കുകളും എഴുതുമ്പം മറന്നു പോകുന്നൊരു പ്രശ്നം വരുന്നു. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ലെറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടറിൽ
മാത്രം ചെയ്യുക, ഫോണിൽ മാത്രം ചെയ്യുക, പെന്ന് തൊടാതെ തന്നെ വളരെ കാലമായിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം പലർക്കും അനുഭവിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒന്ന് എഴുതിയപ്പം ഞാൻ എന്നുള്ള വാക്ക് എനിക്ക് എഴുതിയിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അറിയാഞ്ഞിട്ടും അല്ല, ഒന്നുമല്ല. പക്ഷേ അത് നമ്മളെ ശീലം മറന്നു പോയിട്ടുണ്ട് കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യുമ്പോൾ ഒക്കെ. അപ്പോൾ ഈ ഒരു എഴുതി അയച്ചെന്നത് മനോഹരമായിട്ടുണ്ട്. നല്ല കൈയക്ഷരമായിരുന്നു. ആ അനുഭവം ഗംഭീരം തന്നെയായിരുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.